സങ്കീർത്തനം 63 അധ്യായം 2 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്. എന്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും. എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഞാൻ കൈകളുയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ഓർമ്മിക്കുക, വിശുദ്ധ വിത്ത് ബൂർഗായുടെ ഓർമ്മദിനമാണിന്ന്. ഇംഗ്ലണ്ടിലെ ഈസ്റ്റ് ആംഗിൾസിന്റെ രാജാവായ അന്നാസിന്റെ വിശുദ്ധരായ 4 പുത്രിമാരിൽ ഇളയവളാണ് വിത്ത് ബൂർഗ. ശിശുപ്രായം മുതൽ തപോനിഷ്ഠ ജീവിതമാണ് അവൾ നയിച്ചിരുന്നത്. നോർഫോൾക്കിൽ കടൽ തീരത്തായിരുന്നു അവളുടെ താമസം. പിതാവിന്റെ മരണശേഷം അവിടെ തന്നെ ആരും ശ്രദ്ധിക്കപ്പെടാത്ത സ്ഥലത്ത് ഏകാന്തതയിൽ അവൾ താമസിക്കാൻ തുടങ്ങി. മറ്റു പല കന്യകമാരും അവളോടൊപ്പം ചേർന്നു. അവിടെ ഒരു മഠവും പള്ളിയും പണിയിക്കാൻ അവൾ ആരംഭിച്ചു. എന്നാൽ മഠത്തിന്റെയും പള്ളിയുടെയും പണികൾ പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെ AD 743 തന്റെ ദിവ്യ മണവാളന്റെ സവിധത്തിലേക്ക് യാത്രയായി. ശരീരം ഡെർഹം സെമിത്തേരിയിൽ സംസ്കരിച്ചു. 55 വർഷം കഴിഞ്ഞിട്ടും ശരീരം അഴിയാതെ കാണപ്പെട്ടതിനാൽ പള്ളിയിലേക്ക് മാറ്റി. 1106 ശരീരം മറ്റ് സഹോദരിമാരുടെ ശരീരം സംസ്കരിച്ചിരുന്ന സ്ഥലത്തേക്ക് മാറ്റി. 363 വർഷങ്ങൾക്ക് ശേഷവും വിത്ത് ബുർഗായുടെ ശരീരം അഴിഞ്ഞിരുന്നില്ല. സന്യാസിയായിരുന്ന വാർണർ വിത്ത് ബുർഗായുടെ മൃതശരീരത്തിന്റെ കരങ്ങൾ പിടിച്ച് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്തു. ദൈവം തന്നെ സ്നേഹിക്കുന്നവരെ എങ്ങനെയൊക്കെയാണ് മഹത്വപ്പെടുത്തുന്നതിനുള്ള ഉദാഹരണമാണ് ഇങ്ങനെയുള്ള അടയാളങ്ങൾ. ഒരു നല്ല ക്രിസ്തീയ കുടുംബത്തിൽ വളരുന്നത് എത്ര ഭാഗ്യമാണെന്ന ബോധ്യം തിരിച്ചറിയുവാനും ദൈവത്തിനും മനുഷ്യർക്കും സംപ്രീതരായി വളരുന്ന കുട്ടികളുടെ മാതാപിതാക്കളാണെന്ന് പറയുവാൻ കഴിയുക എന്നതാണ് ഏറ്റവും സന്തോഷകരമായതെന്ന് തിരിച്ചറിഞ്ഞു ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഭൂവിലെ മാലാഖമാരേ, യേശുവിനെ പങ്കുവച്ചിടാ. ലോകം മുഴുവനും പോകാൻ വിശുദ്ധരായി തീർന്നിടുവാൻ. ഭൂവിലെ മാലാഖമാരേ, യേശുവിനെ പങ്കുവച്ചിടാ. ലോകം മുഴുവനും പോകാ വിശുദ്ധരായി തീർന്നിടുവാ. ഭൂവിലെ മാലാഖമാരേ, യേശുവിനെ പങ്കുവച്ചിടാ. ലോകം മുഴുവനും പോകാൻ വിശുദ്ധരായി തീർന്നിടുവാൻ. ചെയ്യുന്ന നന്മകളോരോന്നും എന്നാമോർത്തെന്നും ചെയ്തിടുക. നിങ്ങൾ ചെയ്യുന്ന നന്മകളോരോന്നും എന്നാമോർത്തെന്നും ചെയ്തിടുക. യേശുവിൻ നാമത്തെ വാഴ്ത്താ, എന്നും യേശുവിൻ നാമത്തെ വാഴ്ത്താ. യേശുവിൻ നാമത്തെ വാഴ്ത്താ, എന്നും യേശുവിൻ നാമത്തെ വാഴ്ത്താ. യേശു എന്നും കൂടെയുണ്ട്, എന്നിടലാൽ അരികിലുണ്ട്, എന്നും എന്നും എന്റെ കൂടെയുണ്ട്. സ്നേഹം നൽകും അമ്മയായി, സൗഖ്യം നൽകും താതനായി, എന്റെ യേശു എന്നും കൂടെയുണ്ട്. യേശു എന്നും കൂടെയുണ്ട്, എന്നിടലാൽ അരികിലുണ്ട്, എന്നും എന്നും എന്റെ കൂടെയുണ്ട്. സ്നേഹം നൽകും അമ്മയായി, സൗഖ്യം നൽകും താതനായി, എന്റെ യേശു എന്നും കൂടെയുണ്ട്.
കൂടട്ടെ ഞാനോ കുറയട്ടെ, യേശുവിൻ്റെ സ്നേഹം വളർന്നിടട്ടെ. അവൻ എന്നിൽ വളരട്ടെ, ഞാനോ കുറയട്ടെ, യേശുവിന്റെ സ്നേഹം വളർന്നിടട്ടെ. രോഗശാന്തി നൽകുന്നോനെ, നിത്യരക്ഷ നൽകുന്നോനെ ആരാധിക്കാം എന്നും നമുക്കൊന്നായി. രോഗശാന്തി നൽകുന്നോനെ, നിത്യരക്ഷ നൽകുന്നോനെ ആരാധിക്കാമെന്നും നമുക്കൊന്നായി. യേശു എന്നും കൂടെയുണ്ട്, ഇന്നിഴലായി അരികിലുണ്ട്, എന്നും എന്നും എന്റെ കൂടെയുണ്ട്. സ്നേഹം നൽകും അമ്മയായി, സൗഖ്യം നൽകും താതനായി, എന്റെ യേശു എന്നും കൂടെയുണ്ട്. യേശു എന്നും കൂടെയുണ്ട്, ഇന്നിഴലായി അരികിലുണ്ട്, എന്നും എന്നും എന്റെ കൂടെയുണ്ട്. സ്നേഹം നൽകും അമ്മയായി, സൗഖ്യം നൽകും താതനായി, എന്റെ യേശു എന്നും കൂടെയുണ്ട്. മുറിവുകൾ വച്ചു കെട്ടാം യേശുവിൻ നിണത്താലെ, ആത്മാവിനു രക്ഷയായി വഴിയൊരുക്കാം. മുറിവുകൾ വച്ചു കെട്ടാം യേശുവിൻ നിണത്താലെ, ആത്മാവിനു രക്ഷയായി വഴിയൊരുക്കാം. നെഞ്ചിരാതെ തെളിയട്ടെ കരുണയാം എണ്ണയാലെ, സ്വർഗ്ഗതാതൻ അരുളിയപ്പോൾ മാറട്ടെ. നെഞ്ചിരാതു തെളിയട്ടെ കരുണയാം എണ്ണയാലെ, സ്വർഗതാതൻ അരുളിയപ്പോൾ മാറട്ടെ. യേശു എന്നും കൂടെയുണ്ട്, ഇന്നിഴലായി അരികിലുണ്ട്, എന്നും എന്നും എന്റെ കൂടെയുണ്ട്. സ്നേഹം നൽകും അമ്മയായി, സൗഖ്യം നൽകും താതനായി, എന്റെ യേശു എന്നും കൂടെയുണ്ട്. യേശു എന്നും കൂടെയുണ്ട്, ഇന്നിഴലായി അരികിലുണ്ട്, എന്നും എന്നും എന്റെ കൂടെയുണ്ട്. സ്നേഹം നൽകും അമ്മയായി, സൗഖ്യം നൽകും താതനായി,